അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ റജബ് മാസം ആഗതമായാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളും അതിൻ്റെ സംശയത്തിനുള്ള മറുപടിയുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത്. എല്ലാവരും കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം. മറ്റുള്ളവരേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ചാനലിലൂടെ വരുന്ന ക്ലാസ്സുകളും പ്രസംഗങ്ങളുമൊക്കെ കേൾക്കുകയും അത് പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. നമ്മുടെ നഈം വിഷൻ്റെ കുടുംബങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അവരുടെ ജോലികളിൽ, ബിസിനസ്സുകളിൽ, കുടുംബങ്ങളിലെല്ലാം അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ച് കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഒറ്റയ്ക്കുള്ള ദുആയിലും അതുപോലെ തന്നെ ഈ മജ്ലിസിലുള്ള ദുആയിലും ഈ ക്ലാസ് എടുക്കുമ്പോഴുള്ള ദുആയിലും ഒക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും നമ്മുടെ ക്ലാസ് സ്ഥിരമായി കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ഉറപ്പെടുത്തുന്നു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിലേ നമ്മൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അൽഹംദുലില്ലാഹ് എന്ന് കമൻറ്റ് രേഖപ്പെടുത്താൻ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളത് കേട്ട് എന്ന് എനിക്ക് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റജബ് മാസം ആഗതമായാൽ ചെയ്തിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അതാണ് ഹബീബായ തങ്ങൾ ചെയ്തിരുന്ന പ്രാർത്ഥന. അതിനോടൊപ്പം കുറച്ചുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദുആ എങ്ങനെയാണ്? അതിൻ്റെ ആ ദുആയുടെ കൂടെ നമ്മൾ കുറച്ചുകൂടി കൂട്ടിച്ചേർത്താൽ അത് വല്ല പ്രശ്നമുണ്ടോ, തെറ്റുണ്ടോ? ഇതിനൊക്കെയുള്ള മറുപടിയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത്. കേൾക്കണം, പഠിക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്ന ആ ദുആ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്നാണോ, അതോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ എന്നാണോ? അപ്പോൾ എങ്ങനെയാണ് അവിടെ ദുആ ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? അതുപോലെ ഒന്ന് ആ സംശയം അങ്ങനെയാണ്. രണ്ടാമത്തെ സംശയം എന്താണ്? ഒന്ന് റജബ എന്നാണോ പറയേണ്ടത്, റജബിൻ എന്നാണോ പറയേണ്ടത്? അതാണ് ഒരു സംശയം. കുറച്ച് ആ സംശയങ്ങൾ ആദ്യം ഞാൻ പറയുകയാണ്. രണ്ടാമത്തെ സംശയം എന്താണ്? ചിലർ ഇത് ആരക്കുമ്പോൾ ഷഹ്ർ റമളാൻ എന്നും പറയും, റമളാൻ എന്നും പറയാറുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പറയുന്നവരുണ്ട്. വബല്ലിഗ്നാ ഷഹ്ർ റമളാൻ എന്നും പറയുന്നവരുണ്ട്. ഇതിലേതാണ് നമ്മൾ പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് എന്ന സംശയത്തിന് മറുപടി ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹദീസിൽ വന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം അല്ലാഹു ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വലിക്സാരി തിലാവത്തുൽ ഖുർആൻ എന്നൊക്കെയുള്ള പ്രാർത്ഥനയുണ്ടല്ലോ. ഹദീസിൽ വന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തുൽ ഖുർആൻ എന്ന് ചിലർ ചേർത്ത് കാണുന്നു. അത് ശരിയാണോ? അങ്ങനെ ചേർക്കുന്നത് ശരിയാണോ? അത് നോക്കൂ. അടുത്ത സംശയം എന്താണ്? ശഅബാൻ മാസം ആഗതമായി കഴിഞ്ഞാൽ പ്രാർത്ഥന നിർവഹിക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിൽ ഈ ദുആ ചെയ്തിട്ടുണ്ടോ? ചിലർ ശഅബാൻ മാസമാകുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഫീ റജബിൻ എന്നത് ഒഴിവാക്കിയിട്ട് പറയുന്നു. അത് ശരിയാണോ എന്നൊക്കെയുള്ള മറുപടിയാണ്. അതായത് റജബ് മാസത്തെ ഈ ദുആ ഇറക്കുന്നു, ഇനി ശഅബാനിൽ ഈ ദുആ ഹബീബായ തങ്ങൾ ചെയ്തിട്ടുണ്ടോ, ചെയ്യണോ? ഇനി ആ ചെയ്യുന്ന സമയത്ത് ഇനി ശഅബാനിൽ ചെയ്യുമ്പോൾ റജബ് കഴിഞ്ഞല്ലോ, അപ്പോൾ റജബിനെ ഒഴിവാക്കിയിട്ടാണോ ചെയ്യേണ്ടത്? ഇതിനുള്ള മറുപടിയും ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഈ ഹദീസ്, ഈ ദുആ ഇറക്കണമെന്ന് പറഞ്ഞ ഹദീസ് അത് സനദ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണോ, അത് തെളിവുള്ളതാണോ എന്ന് ഇൻഷാ അല്ലാഹ് അതിന് മറുപടി പറയാം. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന റജബിലും ശഅബാനിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റജബിലും ശഅബാനിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നിസ്കാരത്തിന് ശേഷം ഈ പ്രാർത്ഥന നിർവഹിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്?
നിസ്കാരത്തിന് ശേഷം ഈ പ്രാർത്ഥന നമ്മൾ ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ പ്രത്യേകം അങ്ങനെ ചെയ്യണോ അതോ എല്ലാ സമയത്തും ചെയ്യാൻ പറ്റുമോ എന്നതിനൊക്കെയുള്ള എന്നീ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പറയുന്നത്. നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദുആ, ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഈ പറഞ്ഞ സംശയങ്ങൾക്ക് മറുപടി എന്താണ്? നിയമപരമായി ഫീ റജബിൻ എന്നും ഫീ റജബ എന്നും പറയാം. അപ്പോൾ ഫീ റജബിൻ നമ്മൾ ഗ്രാമർ വെച്ച് നോക്കുമ്പോൾ, അറബിയിലെ ഗ്രാമർ വെച്ച് നോക്കുമ്പോൾ അതിന്റെ നിയമം പാലിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് പറയാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ എന്നും പറയാം. എന്നാൽ നോക്കൂ, എന്നാൽ ഹദീസിൽ വന്നത് ഫീ റജബിൻ എന്ന് തൻവീൻ കൊണ്ടാണ്. ഫീ റജബിൻ എന്ന് തൻവീൻ കൊണ്ടാണെന്ന് ജാമിഉസ് സഗീറിന്റെ ശറഹായ അസ്സിറാജുൽ മുനീറിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനാൽ ഹദീസിൽ വന്ന ആ പദത്തിനോട് പിൻപറ്റിക്കൊണ്ട് ഫീ റജബിൻ വ ശഅബാൻ എന്ന് പ്രാർത്ഥിക്കലാണ് ഏറ്റവും പുണ്യമുള്ള കാര്യം. കാരണം ഹദീസിൽ എങ്ങനെയാണോ വന്നത് അങ്ങനെ പറയുന്നതാണ് ഏറ്റവും പുണ്യം. നമ്മൾ അവിടെ നിയമം രണ്ടും പറ്റുമല്ലോ, അപ്പം രണ്ട് ഫീ റജബ എന്ന് പറയാമല്ലോ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഹദീസിൽ വന്ന രൂപം എങ്ങനെയാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എങ്ങനെയാണോ അങ്ങനെ പറയുന്നതാണ്. രണ്ട് രൂപത്തിലും പറയാം, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രൂപത്തിൽ പറയുന്നതാണല്ലോ ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഫീ റജബിൻ എന്ന് പറയുന്നതാണ് ഏറ്റവും പുണ്യം. ഇനി ഒരു ഉസ്താദ് അല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യുന്നവരാണെങ്കിലും, ഇനി പള്ളിയിലെ ഉസ്താദാണെങ്കിലും ഫീ റജബ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ വഴക്കിനൊന്നും പോകണ്ട, അതും ശരിയാണ്. എന്നാൽ ഫീ റജബിൻ എന്ന് പറയലാണ് ഏറ്റവും ഒന്നുകൂടി നല്ലത്. അടുത്ത സംശയം എന്താണ്? ഷഹർ റമദാൻ എന്നും അതുപോലെ തന്നെ ഷഹർ എന്ന പദം ഒഴിവാക്കിയിട്ട് റമദാൻ എന്നും പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്ത് പറയാം? രണ്ട് രൂപത്തിലും പറയാം. രണ്ട് രൂപത്തിലും ഹദീസ് വന്നിട്ടുണ്ട്. ഉബല്ലിഗ്നാ റമദാൻ എന്ന സ്ഥാനത്ത് വബാരിക് ലനാ ഫീ റമദാൻ എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉബല്ലിഗ്നാ ഷഹർ റമദാൻ എന്നും വന്നിട്ടുണ്ട്. ഷഹർ എന്ന പദം പദത്തോടു കൂടിയും പദമില്ലാതെയും വന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് രൂപത്തിലും പറയാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ ഉബല്ലിഗ്നാ ശഹ്റ റമദാൻ എന്ന് പറയാം. ഉബല്ലിഗ്നാ റമദാൻ ഈ രണ്ട് രൂപത്തിലും പറയാം. മൂന്നാമത്തെ സംശയം ഹദീസിൽ വന്ന പ്രാർത്ഥനയോട് അത്ഫ് ചെയ്തുകൊണ്ട് അതേ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വലികിസാരി തിലാവത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞത് ആ പാടുണ്ടോ? വബല്ലിഗ്നാ റമദാൻ വരെയല്ലേ ഹദീസിലുള്ളൂ, ദുആ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ വഫിഖ്നാ ഫീഹി എന്ന് പറയുന്നത് എന്തിനാണ്? അങ്ങനെ പറഞ്ഞ് ദുആ ഇറക്കാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഒന്നുകൂടി അദബ് പാലിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതാ നോക്കൂ, അങ്ങനെ വഫിഖ്നാ ഫീഹി എന്ന ആ ഹി എന്നുള്ള അമീർ അത് ഉസ്താദ്മാർക്ക് മനസ്സിലാകും. ആ വഫിഖ്നാ ഫീഹി എന്നുള്ള അമീർ മടക്കി പറയുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ മടക്കി പറയാതിരിക്കലാണ്. എങ്ങനെയാ പിന്നെ പറയേണ്ടത്? അപ്പോൾ വഫിഖ്നാ ഫീഹി എന്ന ശൈലി ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. ഹദീസിൽ വന്ന വബല്ലിഗ്നാ റമദാൻ എന്നതിൻ്റെ ഉദ്ദേശം റമദാനിൽ നോമ്പിനും ഇഅ്തികാഫിനും എല്ലാം ഉള്ള തൗഫീഖ് തരണേ എന്നാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി കൂടെ ചേർത്ത് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ ഉബല്ലിഗ്നാ റമദാൻ, അതിനുശേഷം ബാക്കിയും കൂടി വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എങ്ങനെയാണ്? വഫിഖ്നാ അല്ലാഹുമ്മ വഫിഖ്നാ എന്ന് വാവ് പറയാതെ, വാവ് കൊണ്ട് അതിലേക്ക് ആൻറ്റിൻ്റെ അർത്ഥം, വാവ് എന്ന് പറഞ്ഞാൽ ആൻറ്റ്, വാവ് പറയുമ്പോൾ ആൻറ്റ് ഇംഗ്ലീഷിൽ ആൻറ്റിൻ്റെ സ്ഥാനത്താണ്. വഫിഖ്നാ എന്ന് പറയാതെ അല്ലാഹുമ്മ വഫിഖ്നാ എന്ന് വേറെ ദുആ തുടങ്ങുന്നത് പോലെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ലത്. അദബതാണ്. അല്ലാഹുമ്മ വഫിഖ്നാ ഫീ റമളാന ലിസ്സിയാമി വൽ ഖിയാമി എന്ന് പറയുന്നതാണ് നല്ലത്. അപ്പോൾ വഫിഖ്നാ ഫീഹി എന്ന് പറയുന്നതിന് പകരം അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി എന്നതിന് പകരം ഫീ റമളാൻ എന്ന് ഹി എന്ന് പറയാതെ റമളാൻ പ്രത്യേകം പറഞ്ഞ് നമ്മൾ പുതിയൊരു ദുആ അവിടുന്ന് ബാക്കി ആരംഭിക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതാണ് അദബ്. അദബ് അതാണ്. ഇനി എല്ലാവരും വഫിഖ്നാ ഫീ റമളാൻ ചെയ്തു വെച്ചിട്ട് ഹറാമൊന്നും അല്ല, നരകത്തിലൊന്നും പോകില്ല. എന്നാൽ നല്ല രൂപം ഇങ്ങനെയാണ്. ഒന്നുകൂടെ പറഞ്ഞു തരാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അല്ലെങ്കിൽ വബല്ലിഗ്നാ ശഹ്റ റമളാൻ, രണ്ടും പറയാം. എന്നിട്ട് വഫിഖ്നാ ഫീഹി, അവിടെയാണ് വ്യത്യാസം. വഫിഖ്നാ ഫീഹി എന്ന് പറയുന്നതിന് പകരം അല്ലാഹുമ്മ വഫിഖ്നാ
ഫീ റമളാന എന്ന് പറയുന്നതാണ് നല്ലത്. അല്ലാഹു വഫിഖ്നാ ഫീഹി എന്ന് പറയുന്നതിന് പകരം അല്ലാഹുമ്മ വഫിഖ്നാ ഫീ റമളാന ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തുൽ ഖുർആൻ എന്ന് പറയുന്നതാണ് നല്ലത് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതാണ് അദബ്. അടുത്ത എന്താണ്? ശഅബാൻ മാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ ചെയ്തിട്ടുണ്ടോ എന്നാണല്ലോ. ശഅബാൻ മാസത്തിലും പ്രസ്തുത പ്രാർത്ഥന നിർവഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ മാസം സമാഗതമായാൽ ഈ പറഞ്ഞ പ്രാർത്ഥന നിർവഹിച്ചതായി അല്ലാമ ആലൂസി സാദ തൻ്റെ ഗാലിയത്തുൽ മവാഇദിലും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഇത്ഹാഫിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശഅബാനിൽ ഈ ദുആ അരക്കുന്നവർ ഈ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫീ റജബിൻ എന്ന പദം ഒഴിവാക്കുന്നത് അദബിന് എതിരാണ്. അത് അദബ് കേടാണ്. അതും ഒഴിവാക്കാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിൽ ദുആ അരുന്നപ്പോഴും വാ ഫീ റജബിൻ എന്നുകൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റജബ് കഴിഞ്ഞെങ്കിലും എന്ത് ചെയ്തു? ആ റജബിൻ എന്ന പദം ഒഴിവാക്കിയിട്ടില്ല. റജബ് എന്ന പദം ഒഴിവാക്കിയിട്ടില്ല. ഇനിയും റജബ് മാസങ്ങൾ വരാൻ കിടക്കല്ലേ, ഇനിയും റജബ് വരാനുണ്ടല്ലോ. ആ റജബ് ആയിക്കോട്ടെ, മൊത്തത്തിൽ അങ്ങ് ദുആ ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് റജബിൻ എന്ന് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ശഅബാൻ ദുആ അരക്കുമ്പോഴും റജബിൻ എന്ന പദം ഒഴിവാക്കണ്ട എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ നമ്മുടെ ഈ ദുആ നിസ്കാര ശേഷം മാത്രമുള്ളതാണോ, അല്ലാത്ത സമയത്തും ചൊല്ലാൻ പറ്റുമോ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന ദുആ അത് നിസ്കാരത്തിന് ശേഷവും ചൊല്ലാം, അല്ലാത്ത സമയങ്ങളിലും ചൊല്ലാം. റജബ് മാസത്തിൽ ചൊല്ലാൻ, റജബ് മാസം ആഗതമായാൽ ചൊല്ലാനുള്ള ഒരു പ്രാർത്ഥനയാണ്. അത് നിസ്കാര ശേഷവും ആകാം, അല്ലാത്തപ്പോഴാകാം. എപ്പോഴും ദുആ സുന്നത്തുള്ള ഏത് സമയത്തും പറ്റും. ദുആ ചെയ്യാൻ പറ്റുന്ന ഏത് സമയത്ത് ദുആ അരക്കാം. നിസ്കാര ശേഷമാകട്ടെ, അല്ലാത്തപ്പോഴാകട്ടെ. അപ്പോൾ അതിനെക്കുറിച്ച് സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ആ ദുആയുമായി ബന്ധപ്പെട്ട് ചിലർക്കിടയിൽ ഉണ്ടാകാറുള്ള ചില സംശയങ്ങൾക്ക് മറുപടിയാണ് പറഞ്ഞത്. എല്ലാവരും കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ദുആ അരക്കുക. ഈ റജബ് മാസം ആഗതമായി കഴിഞ്ഞു, ഇന്ന് 1 ഈ മാസവും അടുത്ത മാസവും ഒക്കെ നമ്മൾ ദുആ അരക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്നിട്ട് വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി എന്ന് ദുആ അരക്കുന്നവരുണ്ട്. അത് ചെയ്യുന്ന കാര്യത്തിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഒന്നുകൂടി നല്ലത് എങ്ങനെയാണ്? വബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്ന് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ വഫിഖ്നാ ഫീ റമളാന ലിസ്സിയാമി വൽ ഖിയാമി വലിഇക്സാരി തിലാവത്തുൽ ഖുർആൻ വലിസായിറൽ ഖൈറാത്തി ലിവജ്ഹിക്കൽ കരീം എന്ന് ദുആ അരക്കലാണ്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പരിശുദ്ധമായ മാസമാണ് റജബ്. വരാൻ പോകുന്ന ശഅബാനും പരിശുദ്ധ മാസമാണ്. തൊട്ടടുത്ത് വരാൻ പോകുന്ന റമളാനിനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഈ മാസങ്ങളിലൊക്കെ നിങ്ങൾ ധാരാളം ദുആ വർദ്ധിപ്പിക്കണം. ദുആ നല്ലതുപോലെ വർദ്ധിപ്പിക്കണം. നമ്മുടെ ആയുധമാണ്. ഞാൻ നാളെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമ്മുടെ ഏക ആയുധമാണ് പ്രാർത്ഥന. എന്ത് വിഷമമുണ്ടെങ്കിലും യൂട്യൂബിൽ കണ്ടിട്ട് ഉസ്താദിനെ വിളിച്ചിട്ട് പറയാം. ഉസ്താദിനെ വിളിച്ചിട്ട് അത് പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല, ദ്വാരക്കാൻ പറഞ്ഞോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ദ്വാരക്കാൻ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കണം. മറ്റുള്ളവരുടെ ദ്വാരക്കാൻ പറയുന്നത് കൊണ്ട് മാത്രം അത് നിർത്തിവെക്കരുത്. മറ്റുള്ളവരുടെ ദ്വാരക്കാൻ പറഞ്ഞു, ഇനി നമ്മുടെ കഥ കഴിഞ്ഞു, നമ്മുടെ ജോലി കഴിഞ്ഞു, നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞു, അങ്ങനെ ഇരിക്കരുത്. അത് ഏൽപ്പിച്ചോടൊപ്പം നമ്മൾ ധാരാളമായി ദ്വാരക്കണം. നിങ്ങളുടെ ഈ മാസവും അടുത്ത മാസവും അതിന് ശേഷമുള്ള ദുആയിലൊക്കെ എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുക. കുടുംബങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് പേരെ കൊണ്ടുവരണം. കുടുംബങ്ങളിലൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മുടെ ഈ ചാനലിലേക്ക് ഒരുപാട് പേരെ കൊണ്ടുവരണം. എല്ലാവരും പലർക്കും അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. ഉടൻ തന്നെ നമ്മുടെ മജ്ലിസ്, ജീലാനി മജ്ലിസ് നമ്മൾ തുടങ്ങി വെച്ചിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മുടെ സംവിധാനങ്ങൾ കൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചതാണ്. കാരണം ലൈവ് ഇടുമ്പോൾ ലൈവ് വേണം. ആ ലൈവ് ആകുമ്പോൾ തന്നെ സ്ക്രീനിൽ നിങ്ങൾക്ക് ദിക്ർ കാണിച്ചു തരണം. അതിനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നിർത്തിയതാണ്. ജീലാനി മജ്ലിസ് ആരംഭിക്കും. അതിലേക്ക് നമ്മൾ ഒരുപാട് പേരെ നിങ്ങൾ കൊണ്ടുവരണം. നമ്മുടെ നഈം വിഷൻ കുടുംബത്തിൽ ഒരുപാട് പേരെ ചേർക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.